സ്ഥലം ആലുവ മാറമ്പള്ളിയാണ്. ഇത് വൈഫ് മൂസിന, മൂത്ത കുട്ടി സയാൻ, ഇത് ഇളയത് അയാൻ. എൻ്റെ കുടുംബ വീട് ഇവിടെ മാറമ്പള്ളി, ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പ്ലോട്ട് വേണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ നമുക്കൊരു പ്ലോട്ട് അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്ലോട്ട് നമുക്ക് കിട്ടുന്നത്. ഒരു 4 സെൻറ്റ് പ്ലോട്ടേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ കൺസെപ്റ്റിനനുസരിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഡൗട്ടായിരുന്നു. നമുക്ക് കോമൺ ഏരിയ കുറച്ച് സ്പേഷ്യസ് ആയിട്ട് കിട്ടണം. പിന്നെ എൻ്റെ മെയിനായിട്ടും എനിക്ക് ഓപ്പൺ കിച്ചൺ വേണം, ബെഡ്റൂമിൽ തന്നെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ്, അതൊക്കെ എൻ്റെ ഒരു കൺസെപ്റ്റിലുള്ളതായിരുന്നു. പിന്നെ അതിൽ തന്നെ നമുക്ക് ഒരു യൂട്ടിലിറ്റി ഏരിയ, ബാൽക്കണി, ഇതെല്ലാം കൊള്ളുന്ന ഒരു ഇതൊക്കെ ആയിരുന്നു മനസ്സിലുണ്ടായ ഒരു കൺസെപ്റ്റ്. ഡിസൈനിങ് തൊട്ട്, അതായത് പ്ലാനിങ് തൊട്ട് വുഡ്നെസ്സിനാണ് നമ്മൾ ഫുൾ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറിയ ഒരു പ്ലോട്ടിൽ നമുക്ക് എന്തോരം ചെയ്യാൻ പറ്റും, ഞങ്ങളുടെ കൺസെപ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തോരം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഡൗട്ടായിരിക്കുന്ന സമയത്ത് വുഡ്നെസ് നമുക്ക് ഇതിലേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്ത് വരികയും വുഡ്നെസ് ടീമിനാണ് നമുക്കിതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുന്നത്. കാരണം നമ്മുടെ കൺസെപ്റ്റിനനുസരിച്ച് ഫുള്ളായിട്ട് പ്ലാനിങ് തൊട്ട്, ചെറിയൊരു പ്ലോട്ടാണ് അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. ആ പ്ലാനിങ് തൊട്ട് ലാസ്റ്റ് ഇൻറ്റീരിയറിൻ്റെ ലാസ്റ്റ് വരെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഡിസൈനിങ് ചെയ്ത് നമ്മുടെ എന്ത് കൺസെപ്റ്റാണോ അതനുസരിച്ച് ചെയ്ത് തന്നത്, ബഡ്ജറ്റ് കൊള്ളുന്ന ചെയ്ത് തന്നത് വുഡ്നെസ്സാണ്. വുഡ്നെസ്സിൻ്റെ ചീഫ് ആർക്കിടെക്റ്റായിട്ടുള്ള അലനുമായിട്ടായിരുന്നു പിന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്തിരുന്നത്. ഒരു ചെറിയ നമ്മുടെ സംശയങ്ങൾ പോലും ഒരു ഫ്രണ്ട്ലി ഒരു ടോക്ക് പോലെ തന്നെയാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളിലും അലൻ്റെ ഒരു സൂപ്പർവിഷൻ ഉണ്ടായിരുന്നു, ഒരു ഫ്രണ്ട്ലി സൂപ്പർവിഷൻ എന്ന് പറയും, അത് ഉണ്ടായിരുന്നു. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കൺസ്ട്രക്ഷൻ സ്റ്റേജിലായാലും അവർ ഫുള്ള് വരികയും സെറ്റ് ഔട്ട് തൊട്ട് ലാസ്റ്റ് സ്റ്റേജ് വരെ ഓരോ സ്റ്റേജിലും അവർ വന്ന് നോക്കും. അവരുടെ ഓരോ സൂപ്പർവിഷനായാലും അവരുടെ സജഷൻസ് ആയാലും നമുക്ക് തരുവും, നമ്മുടെ കാര്യങ്ങൾ കേൾക്കാനും അവർ തയ്യാറായിരുന്നു. അതിനനുസരിച്ചെല്ലാം അവർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇൻറ്റീരിയർ ഡിസൈനിങ് ശേഷം നമ്മൾ ഇൻറ്റീരിയറിൻ്റെ വർക്കിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ നവീൻ ഉണ്ടായിരുന്നു. നവീൻ ആൻഡ് ടീം, കാർപ്പൻറ്റേഴ്സ്, പോളിഷിംഗ് വർക്കേഴ്സ്, അവരെല്ലാം വളരെ കൂൾ ഇതായിട്ടുള്ള നല്ലൊരു വർക്കായിരുന്നു അവരുടെ. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നന്ദി പറയേണ്ടത് അല്ലെങ്കിൽ വൈഫിൻ്റെ ഫാദർ, പിന്നെ എൻ്റെ ബ്രദർ, എൻ്റെ മദർ, ഇവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്, പിന്നെ എൻ്റെ റിലേറ്റീവ്സ് എടുത്തു പറയേണ്ടതാണ്. നെയ്ബേഴ്സ്, നമ്മൾ ചെറിയൊരു പ്ലോട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നെയ്ബേഴ്സിൻ്റെ സപ്പോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് നമുക്ക് കിട്ടി. അതുകൂടെ കൊണ്ടാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. എൻ്റെ കൺസെപ്റ്റിലെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ്ങും ഡൈനിങ്ങും പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു 3 ബെഡ്റൂമെങ്കിലും വേണമായിരുന്നു. പിന്നെ മെയിനായിട്ട് എനിക്ക് ഓപ്പൺ കിച്ചൺ, ചെറിയ യൂട്ടിലിറ്റി, ബാൽക്കണി, ഇതെല്ലാം കൊള്ളുന്നൊരു ഇതായിരുന്നു എൻ്റെ കൺസെപ്റ്റിൽ ഉണ്ടായിരുന്നത്. നമുക്കപ്പോൾ അതിൽ അഡീഷണൽ ആയിട്ട് നമുക്കൊരു കോർട്ട്യാർഡും 2 കാറ് ഇടാനുള്ള ഒരു ചെറിയ പോർച്ചും ഒക്കെ അഡീഷണൽ നമുക്ക് വുഡ്നെസ് പ്ലാൻ ചെയ്ത് വന്നപ്പോൾ ഈ ചെറിയൊരു പ്ലോട്ടിൽ 4 സെൻറ്റിൽ നമുക്ക് അവർ ചെയ്ത് തന്നു. താങ്ക് യു വുഡ്നെസ്.